we are blessed with a balanced and robust team. This highly dedicated team is all set to clear the remaining 2 leagues at Coimbatore and head to Hyderabad for the finals. Kerala Strikers' vision is to build a premium sports and entertainment brand representing Kerala on the domestic and international arena. A powerful combination of cinema, cricket and mass fan engagement. We seek your continued support and encouragement on our journey to bringing home the prestigious trophy. Thank you. One word from the management. Sorry, Mr. Rajkumar, the co-owner of the team, unfortunately could not be here because he had an urgent CCL team owners meeting for which he had to head to Hyderabad. So I apologize on his behalf. Thank you. And next, of course, നമ്മളുടെ ക്യാപ്റ്റൻ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ അതാ ആദ്യത്തെ മാച്ചിൽ തന്നെ ബെസ്റ്റ് ബൗളർ ആൻഡ് മാൻ ഓഫ് ദ മാച്ച്. ആൻഡ് നമ്മൾ നോക്കുവാണെങ്കിൽ ആ ഒരു ലീഡർഷിപ്പും ആ ഒരു ടീം സ്പിരിറ്റ് കൊണ്ടുവരാനായിട്ടും ഉണ്ണി മുകുന്ദൻ ഈസ് ഡൂയിങ് എ ഗ്രേറ്റ് ജോബ് ദിസ് സീസൺ. താങ്ക് യു സോ മച്ച് ആൻഡ് ഓവർ ടു യു. എല്ലാവർക്കും നമസ്കാരം. ഓൾ ദ മീഡിയ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും താങ്ക് യു. വളരെയധികം സന്തോഷമുണ്ട് ഈ സീസൺ CCL കേരള സ്ട്രൈക്കേഴ്സിനെ ഈ ടൂർണമെൻറ്റിൽ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ആസ് എ ക്യാപ്റ്റൻ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. ടു ബി വെരി ഓണസ്റ്റ്, എന്നെ സംബന്ധിച്ച് ക്യാപ്റ്റൻഷിപ്പ് ഇറ്റ്സ് മോർ അബൌട്ട് എന്താ പറയുക, ഒരു ടീമിനെ കൂടെ നിർത്തി മുന്നോട്ട് കൊണ്ടുപോകുക എന്നൊക്കെ തന്നെ ആണെങ്കിലും ഐ ഹാവ് എ ഫീലിംഗ് ദാറ്റ് ഇവിടെ അങ്ങനെ ഒരു ഇതുവരെ കൊണ്ടുപോയ രീതിയിലുള്ള ഒരു ക്യാപ്റ്റൻഷിപ്പോ അങ്ങനെയൊന്നുമില്ല. ഇറ്റ്സ് ടു ബി വെരി ഓണസ്റ്റ്, ഈ ടീം വളരെ സെൽഫ് സഫീഷ്യൻ്റ് ആണ് ഇൻ ടേംസ് ദാറ്റ് ഇവിടെ ഇരിക്കുന്ന ഓരോ പ്ലെയർ, ക്രിക്കറ്റ് കളിക്കുമ്പോൾ 11 പേര് ഗ്രൗണ്ടിൽ ഇറങ്ങാൻ പാടുള്ളൂ ആൻഡ് 1 സബ്സ്റ്റിറ്റ്യൂട്ട്. പക്ഷേ ഇവിടെ ഇരിക്കുന്ന ആൻഡ് ഈ ടീമിന് വേണ്ടി പ്രാക്ടീസ് ടു സപ്പോർട്ട് സ്റ്റാഫ് എല്ലാവരും ദേ ഹാവ് ബീൻ വെരി വെരി എന്താ പറയുക ഇൻവോൾവ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു സീസണിൽ ഇത്രയും എന്താ പറയുക ഇമോഷണൽ കണക്റ്റ് ഫീൽ ചെയ്തത് എനിക്ക് തന്നെ. നോട്ട് ദാറ്റ് ഇതിന് മുന്നേ അങ്ങനെ ഉണ്ടായിരുന്നില്ല എന്നല്ല, ഇറ്റ്സ് എ വൈബ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ക്രിക്കറ്റ് ഒരു ടീം സ്പോർട്ട് ആയതുകൊണ്ട് തന്നെ ഇതിൽ ഒരുപാട് എന്നെ പോലെ തന്നെ ഞാനൊക്കെ ഈ ടീമിലെ ഒരു സീനിയർ, ഞങ്ങളൊക്കെ ഇൻ്റർനെറ്റിൽ തമാശകൾ പറഞ്ഞ വെറ്ററൻ ക്രിക്കറ്റർ ആയിട്ടാണ് ഞാൻ എന്നെയും മണീനൊക്കെ അർജുൻ ഞങ്ങളൊക്കെ കുറേ സീനിയർ പ്ലേയേഴ്സാണ്. വെരി ഓണസ്റ്റ്, എല്ലാവരുടെയും ഒരു കളക്റ്റീവ് എഫേർട്ട് കാരണം മാത്രമാണ് കേരള സ്ട്രൈക്കേഴ്സ് ഈ ആദ്യത്തെ മാച്ചിൽ കൺവിൻസിങ് ആയിട്ട് അവർക്ക് കളിക്കാൻ സാധിച്ചത്. ആൻഡ് വരാൻ പോകുന്ന മാച്ചസ് ഇപ്പോൾ 23-ാം തീയതിയും 24-ാം തീയതിയും ബംഗാൾ ടീമുമായിട്ട് ചെന്നൈ ടീമുമായിട്ട് കേരള സ്ട്രൈക്കേഴ്സിന് 2 നല്ല ഇമ്പോർട്ടൻറ്റ് മാച്ചസ് ഉണ്ട്. ആൻഡ് വി വുഡ് ലൈക്ക് ടു ടേക്ക് ദ മൊമെൻറ്റം അഹെഡ്. ഒരു ടീം ഗെയിം ആയതുകൊണ്ട് ഒരു ടീം എന്ന നിലയിൽ ഇറ്റ്സ് എ വെരി കോൺഫിഡൻറ്റ് ആൻഡ് വെരി ബാലൻസ്ഡ് ടീം. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇത്തവണ കേരള സ്ട്രൈക്കേഴ്സിൽ അണ്ടർ ദി ഓണർഷിപ്പ് ഓഫ് രാജ്കുമാർ സർ, ബിന്ദു ചേച്ചി, the staff, and thank you Prachi for joining us, and thank you Sitara and everyone. നിങ്ങളുടെ ആക്റ്റീവ് ബേസ്, നിങ്ങളുടെ ഇഞ്ചുറീസ് ഒക്കെ ഹാൻഡിൽ ചെയ്ത എൻറ്റയർ എവറി വൺ, ഐ മീൻ പിന്നെ നീനു, സിദ്ധ, ശ്രീനാഥ്, ആൻഡ് ഗോകുൽ, നമ്മുടെ കോച്ച് എല്ലാവരും ഉണ്ട്. സോ ഇറ്റ്സ് ജസ്റ്റ് എ ഹ്യൂജ് ടീം. പെർഫോം ചെയ്യാൻ വരുന്നത് അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ ഇറങ്ങുന്നത് 11 പേരാണെങ്കിലും ഒരു മെൻ്റൽ സപ്പോർട്ടും എല്ലാ തരത്തിലും ഇറ്റ്സ് എ ഗ്രേറ്റ് എഫേർട്ട് ആൻഡ് ഐ എം ഹാപ്പി. ബാക്കി എല്ലാവരും വടവർ ചോദിക്കാം. ബട്ട് ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ഒരു നല്ലൊരു ടൂർണമെൻറ്റ് എനിക്ക് കേരള സ്ട്രൈക്കേഴ്സ് എന്ന ടീമിൻ്റെ ഭാഗത്തു നിന്ന് കോമ്പറ്റീറ്റീവ് ക്രിക്കറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിലൊരു യു കുഡ് ഹാവ് സീൻ ആ ഒരു ഇൻറ്റൻറ്റ് ടു വിൻ. എന്നെ സംബന്ധിച്ച് ഞാൻ ഈ ടൂർണമെൻറ്റിൽ പങ്കെടുത്തത് കപ്പടിക്കാൻ മാത്രമാണ്. അപ്പോൾ കേരള സ്ട്രൈക്കേഴ്സിൻ്റെ ഗെയിം സ്ട്രാറ്റജിയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ഗെയിം സ്ട്രാറ്റജിയാണ്. ടു ഗോ ഫോർ ദ എയിം ഫോർ ദ ബെസ്റ്റ്, ടേക്ക് ദ കപ്പ്, കം ബാക്ക്. ബിക്കോസ് ഇതിന് മുന്നേ 1-2 സീസണിൽ പല കാരണങ്ങളാൽ ദാറ്റ് ഈസ് ഈ ലീഗിൻ്റെ ചില പ്രത്യേകതരം റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്.
അപ്പോൾ അതിലേക്ക് എത്തിപ്പെടാൻ ചില സമയത്ത് ടീമിൽ നല്ല പ്ലേയേഴ്സ് ഉണ്ടെങ്കിലും സംടൈംസ് ഇറ്റ് ജസ്റ്റ് ഡസൻ സിങ്ക് ഇൻ. അപ്പോൾ ഇത്തവണ ഞങ്ങൾ എല്ലാവരും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാ സീനിയർ പ്ലേയേഴ്സും ഒരുമിച്ച് ചിന്തിച്ചിട്ടാണ് പല തീരുമാനങ്ങളും എടുക്കുന്നത്. ഐ ഹാവ് ടു അപ്രീഷിയേറ്റ് ദാറ്റ്. ബിനീഷ്, അർജുൻ എല്ലാവരും ഇതിൽ ഇൻവോൾവ് ആണ്. അതിൻ്റെ ഒരു എഫക്റ്റ് ഡെഫിനറ്റ്ലി വരാൻ പോകുന്ന മാച്ചസിലും കാണും. ഐ ഡോണ്ട് വാണ്ട് ടു ബി ലൈക്ക് ഓവർലി കോൺഫിഡൻറ്റ് അബൌട്ട് ഇറ്റ്. പക്ഷേ നല്ലൊരു ഗെയിം ഉണ്ടായിരിക്കും. താങ്ക് യു സോ മച്ച്. So we are all set to lift the cup. അങ്ങനെയാണെങ്കിൽ how was the team preparations going on? നമ്മുടെ ഹെഡ് കോച്ച് അഷിൻറ്റോ is there. എന്താണ് ടീമിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എല്ലാവർക്കും നമസ്കാരം. നമ്മളിതിൻ്റെ ഒരു പ്രിപ്പറേഷൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 4 മാസമായി. ഈ 4 മാസം, അതായത് ഈ അസൈൻമെൻറ്റ് ഏറ്റെടുക്കുമ്പോൾ എനിക്ക് സിനിമ, ആക്ടേഴ്സ് കൂടാതെ അപ്പോൾ ഇതെങ്ങനെയാണ്, അപ്പോൾ ഞാൻ മദനോടൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. പക്ഷേ എന്താ പറയുക, ആ 4 മാസം ഒരു വളരെ ഗംഭീരമായൊരു സെഷൻസ് ആയിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈ 4 മാസം കൊണ്ട് 15 പ്രാക്ടീസ് മാച്ച് കളിച്ചത്, നമുക്ക് ആദ്യ വിജയം നേടിയത് ഇപ്പോൾ CCL, അത് വലിയ ഗുണം ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നമ്മൾ ഈ 14-15 മാച്ച് കളിച്ചതിൽ ഏകദേശം 13 മത്സരങ്ങളും നമ്മൾ ജയിച്ചു. എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ വളരെ വലുതായിരുന്നു. കാരണം ആസ് എ ബാറ്റേഴ്സ്, ബോളേഴ്സ് എല്ലാവരും അവരുടെ കോൺട്രിബ്യൂഷൻ ആ മത്സരത്തിൽ വളരെ ഗംഭീരമായി നൽകി. അത് ഇനി പോകുന്ന മത്സരങ്ങളിലേക്ക് കൂടുതൽ അവരുടെ പ്രകടനം മെച്ചപ്പെട്ടതാക്കാൻ സാധിക്കുമെന്ന് ഒരു കോച്ച് എന്ന നിലയിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയുകയാണെങ്കിൽ എല്ലാവരും എഫേർട്ട്. ചില സമയത്തൊക്കെ എന്താ പറയുക, ഇപ്പോൾ ജീൻ ബായ് ഒരു വലിയ ഇഞ്ചുറിയിൽ നിന്ന് വന്നതാണ്, എന്താ പറയുക, അതൊക്കെ സംഭവിച്ചു. സിദ്ധാർത്ഥ് കീ പ്ലെയറായിരുന്നു, സിദ്ധു ബായ്, പക്ഷേ ഇഞ്ചുറിയുമായി ബന്ധപ്പെട്ട് കളിക്കാൻ സാധിക്കില്ല. അപ്പോൾ അതുമായി ഒരുപാട് പരീക്ഷണങ്ങൾ വരെ നേരിട്ടു. അപ്പോൾ അത് നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും എല്ലാവരും ശ്രദ്ധിക്കുക. കാരണം മത്സരങ്ങൾ ജയിക്കുന്നു. എന്തായാലും എല്ലാ കളിക്കാരോടും, കാരണം കുറച്ചും കൂടി ഇവരെല്ലാം സിനിമ ആക്ടേഴ്സ് മാത്രമല്ല, ഒരു ക്രിക്കറ്റ് പ്രേമി അല്ലെങ്കിൽ ക്രിക്കറ്റ് ഭ്രാന്തന്മാർ കൂടിയാണ്. കാരണം ഒരുപാട് മത്സരങ്ങൾ ഇവർ കളിക്കുന്നു, CCF പോലുള്ള കളികൾ. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി എളുപ്പമായി, വർക്ക് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായി. അവർ സഹകരിക്കുന്നു, എല്ലാവരും ടൈമിനെത്തുന്നു, നന്നായി ചെയ്യുന്നു. ഇനിയും നല്ല റിസൾട്ടുകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. 23-24 തീയതിയാണ് കളി ഉള്ളത്. അതിൽ വലിയ പ്രകടനം നിങ്ങൾ കാണാം. താങ്ക് യു.